എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് ഇക്കണോമിക്സിലെ 4ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. പൂർണ്ണ മത്സര കമ്പോളത്തിലെ ഉൽപാദന യൂണിറ്റിനെ കുറിച്ചുള്ള സിദ്ധാന്തം എന്ന് പറയുന്ന പാഠഭാഗമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. നമുക്ക് വ്യത്യസ്ത രീതിയിലുള്ള മാർക്കറ്റുകളെക്കുറിച്ച് കമ്പോളങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കമ്പോളം എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ധാരണയും നിങ്ങൾക്കുണ്ടാവും. നമ്മൾ സാധാരണ കമ്പോളത്തിൽ പോകാറുണ്ട്. അപ്പോൾ അവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് യഥാർത്ഥത്തിൽ കമ്പോളത്തിൽ നടക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യസ്തമായ കമ്പോള സംവിധാനങ്ങളെക്കുറിച്ച് നമുക്ക് വരും പാഠങ്ങളിൽ പഠിക്കാനുണ്ട്. ഈ പാഠഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് പൂർണ്ണ മത്സര കമ്പോളം അല്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് സിറ്റുവേഷനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പായി നമ്മുടെ എന്താണ് കമ്പോളം? നമുക്ക് അറിയാവുന്ന ഒന്നാണ് കമ്പോളം എന്ന് പറഞ്ഞാൽ. മാർക്കറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ചന്ത എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ മാർക്കറ്റ് റെഫേഴ്സ് ടു ദ അറേഞ്ച്മെൻറ്റ് വെർ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ആർ ഇൻ കോൺടാക്ട് വിത്ത് ഈച്ച് അതർ ഫോർ ദ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. നമുക്കറിയാം, മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ക്രേതാക്കളും വിക്രേതാക്കളും അല്ലെങ്കിൽ വിൽക്കുന്നവരും വാങ്ങുന്നവരും പരസ്പരം സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു സംവിധാനമാണ് കമ്പോളം എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമ്മൾ ചന്ത എന്ന് പറയുന്ന സംവിധാനത്തെക്കുറിച്ച് നമുക്കറിയാം. നമ്മൾ പോകുന്നു, അവിടെ കച്ചവടക്കാർ കുറേ ഉണ്ടാവും, അതുപോലെ തന്നെ വാങ്ങിക്കാൻ വരുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ഒരു പ്രത്യേക സ്ഥലം എന്ന അർത്ഥത്തിലല്ല യഥാർത്ഥത്തിൽ നമ്മൾ ഇക്കണോമിക്സിൽ കമ്പോളത്തെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കുന്നത്. അപ്പോൾ ഇക്കണോമിക്സിൽ കമ്പോളം എന്ന് പറയുന്നത് എവിടെ ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള ഒരു ഇടപാട് നടക്കുന്നുണ്ടോ ആ ഇടപാട് നടക്കുന്ന സിറ്റുവേഷനെ, അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണ്, വിൽക്കുന്നവനും വാങ്ങുന്നവനും തമ്മിൽ പരസ്പര സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു സംവിധാനം. ആ സംവിധാനം എവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ അതൊക്കെ കമ്പോളം എന്ന വിശാലമായ അർത്ഥത്തിലാണ് നമ്മൾ കമ്പോളത്തെ വിശേഷിപ്പിക്കുന്നത്. കേവലം നമ്മൾ കാണുന്ന ഇപ്പം മീൻ മാർക്കറ്റ് ഉണ്ട്, ഇറച്ചി മാർക്കറ്റ് ഉണ്ട്, അല്ലെങ്കിൽ പച്ചക്കറി മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കൃത്യമായൊരു ഇടം എന്നതിനപ്പുറത്തേക്ക് വിൽക്കുന്നവനും വാങ്ങുന്നവനും തമ്മിൽ പരസ്പര സമ്പർക്കത്തിൽ ഏർപ്പെടുന്നത് ബയ്യർ ആൻഡ് സെല്ലർ. ഇവർ രണ്ടുപേരും, ബയ്യേഴ്സും സെല്ലേഴ്സും ആർ ഇൻ ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ. അവർ തമ്മിൽ പരസ്പര ബന്ധത്തിൽ ഏർപ്പെടുന്ന അല്ലെങ്കിൽ അവർ കണ്ടുമുട്ടുന്ന ഒരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആശയം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഫോംസ് ഓഫ് മാർക്കറ്റ്. വ്യത്യസ്ത രീതിയിലുള്ള മാർക്കറ്റുകൾ പല രീതിയിലുണ്ട്. അതിൽ ഒന്നാണ് ഇപ്പോൾ നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ പോകുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ പൂർണ്ണ കിടമത്സരം എന്ന് പറയും. പൂർണ്ണ കിടമത്സരം. രണ്ടാമത്തേത് മൊണോപ്പൊളി എന്ന് പറയും. മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം കുത്തക എന്നാണ്. കുത്തക വ്യാപാരം എന്നൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. അവിടെ ഒരു കച്ചവടക്കാരൻ മാത്രമേ, ഒരു ഉൽപ്പാദകൻ മാത്രമേ അവിടെ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മത്സര അധിഷ്ഠിത കമ്പോളം എന്ന് പറയും. അത് മൊണോപ്പൊളിനേക്കാളും കുറച്ചുകൂടി അവിടെ ഉൽപ്പാദകരുടെ എണ്ണം, വിൽക്കുന്നവരുടെ എണ്ണം കുറച്ചുകൂടി എണ്ണത്തിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അതനുസരിച്ചാണ് അതിൻ്റെ മാർക്കറ്റിംഗ് ആ പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഒലിഗോപ്പൊളി. ഇങ്ങനെ 4 രീതിയിലുള്ള പ്രധാനമായും 4 രീതിയിലുള്ള മാർക്കറ്റുകളാണ് പ്രധാനമായിട്ടും നമ്മുടെ നിലവിൽ നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ബാക്കി ഇവിടെ നമ്മൾ പഠിക്കുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന പാഠഭാഗമാണ്. ബാക്കിയുള്ളത് നമ്മൾ പിന്നെ അടുത്ത പാഠത്തിൽ നമ്മൾ പഠിക്കും. അപ്പോൾ നമുക്ക് പഠിക്കേണ്ടത് എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പൂർണ്ണ മത്സര കമ്പോളം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അതായത് മാർക്കറ്റുകളുടെ സ്വഭാവത്തിനനുസരിച്ച്, മാർക്കറ്റുകൾ വരുന്ന ആളുകളുടെ എണ്ണത്തിനനുസരിച്ച്, വിൽപ്പനക്കാരുടെ എണ്ണത്തിനനുസരിച്ച് ഒക്കെ മാർക്കറ്റുകളെ വ്യത്യസ്ത രീതിയിൽ നമ്മൾക്ക് വിശേഷിപ്പിക്കും. ആ വിശേഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ പറഞ്ഞ 4 രീതിയിലുള്ള മാർക്കറ്റുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. അപ്പോൾ എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ പൂർണ്ണ മത്സര കമ്പോളം എന്ന് പറഞ്ഞാൽ? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ് എ മാർക്കറ്റ് സിറ്റുവേഷൻ ഇൻ വിച്ച് വെരി ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഓപ്പറേറ്റ് ഫ്രീലി ആൻഡ് ദ കമോഡിറ്റി ഈസ് സോൾഡ് അറ്റ് എ യൂണിഫോം പ്രൈസ്. അതായത് ഏകജാതീയ ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ഹോമോജിനസ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന വളരെയധികം ക്രേതാക്കളും വിക്രേതാക്കളുമുള്ള ഒരു കമ്പോള അവസ്ഥയാണ് പൂർണ്ണ മത്സര കമ്പോളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്പോള സംവിധാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്
ഇത് ഒരേ രീതിയിലുള്ള, അതായത് ഹോമോജീനസ് പ്രോഡക്ട്സ്, ഏകജാതീയ ഉൽപ്പന്നങ്ങൾ. ഇവിടെ വിൽക്കപ്പെടുന്നത് ഒരേ രീതിയിലുള്ള ഉൽപ്പന്നങ്ങളായിരിക്കും. മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, നിരവധി ഉൽപ്പാദകരും വിൽപ്പനക്കാരും അതുപോലെ തന്നെ അത് വാങ്ങിക്കുന്നവരും ഉണ്ടാവും. വാങ്ങിക്കാനും കൂടുതൽ ആളുകളുണ്ടാവും, വിൽക്കാനും കൂടുതൽ ആളുകളുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഒരു ഒരേ വിലയ്ക്ക്, വ്യത്യസ്ത വിലകളിൽ അറ്റ് യൂണിഫോം പ്രൈസ്, ഒരു കോമൺ പ്രൈസിൽ ഈ സാധനങ്ങളും സേവനങ്ങളും ഒക്കെ വിൽക്കുന്ന ഒരു സംവിധാനം, ഒരു കമ്പോള സംവിധാനമാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളെന്ന് നമുക്ക് നോക്കാം. ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ പ്രധാനമായിട്ടും ഒരു 10ഓളം സവിശേഷതകൾ, അതിൻ്റെ ഫീച്ചേഴ്സ് പറയുന്നുണ്ട്. ഒന്നാമത്തേത്, ഇറ്റ്സ് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. അതായത് വളരെയധികം ക്രേതാക്കളും വിക്രേതാക്കളും എന്ന് പറഞ്ഞാൽ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, വിൽപ്പനക്കാരുണ്ടാവും, വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ ആ വാങ്ങിക്കുന്ന ആൾക്കാരുടെ എണ്ണവും വിൽക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ അധികമാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു മാർക്കറ്റിംഗ് സിറ്റുവേഷനിൽ വിൽക്കുന്നവരുടെയും വാങ്ങുന്നവരുടെയും എണ്ണം വളരെ അധികമായിരിക്കും. അതുകൊണ്ടാണ് ദി ഫസ്റ്റ് ഫീച്ചർ ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഈസ് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ദി സെക്കൻഡ് വൺ ഈസ് ഹോമോജിനസ് ഓർ ഐഡൻറ്റിക്കൽ പ്രോഡക്റ്റ്. ഇവിടെയുള്ള വസ്തുക്കളുടെ പ്രത്യേകത, ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന മാർക്കറ്റിംഗ് സിറ്റുവേഷനിലെ വസ്തുക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹോമോജിനസ് ആയിരിക്കും, ഐഡൻറ്റിക്കൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരേ രീതിയിലുള്ള, എന്ന് പറഞ്ഞാൽ എന്താണ്, ഏകജാതീയ ഉൽപ്പന്നങ്ങളായിരിക്കും, ഒരേ തരത്തിൽപ്പെട്ട ഉൽപ്പന്നങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നത്, കച്ചവടം ചെയ്യുന്നത് അല്ലെങ്കിൽ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നത് ഒരേ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ദെൻ പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് ഫാക്ടേഴ്സ്. അതായത് ഇവിടുത്തെ ഈ കമ്പോളത്തിൻ്റെ മറ്റൊരു പ്രത്യേകത പെർഫെക്റ്റ് മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഉൽപ്പാദന ഘടകങ്ങൾക്കും സാധനങ്ങൾക്കുമൊക്കെ പരിപൂർണമായ ചലന സ്വാതന്ത്ര്യം. മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചലന സ്വാതന്ത്ര്യം, എടുത്തുകൊണ്ട് പോകാൻ കഴിയുന്നതോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ കഴിയുന്നോ എന്നർത്ഥമാണ്. അപ്പോൾ പെർഫെക്റ്റ് മൊബിലിറ്റി ഉണ്ട് ഇവിടെ എന്നാണ് പറയുന്നത്. എന്താണ് ഈ ഉൽപ്പാദക യൂണിറ്റ്, നമുക്കറിയാം ഫാക്ടറീസ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപ്പാദന ഘടകങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ആ ഉൽപ്പാദന ഘടകങ്ങളെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്കും അതുപോലെ തന്നെ എങ്ങോട്ട് വേണമെങ്കിലും മാറ്റാൻ കഴിയുന്നതാണ് എന്ന് പറഞ്ഞാൽ ചലന സ്വാതന്ത്ര്യമുള്ളതാണ് എന്നാണ് അർത്ഥം. നാലാമത്തെ പോയിന്റ്, ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് എന്ന് പറഞ്ഞാൽ അതാണ്, എപ്പോൾ വേണമെങ്കിലും ഈ മാർക്കറ്റിലേക്ക് കടന്നു വരാനും വിൽക്കുന്നവന് കടന്നു വരാനും അവന് വേണ്ട എന്ന് തോന്നുമ്പോൾ ഇറങ്ങിപ്പോകുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണ് ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്. അതായത് മാർക്കറ്റിൽ ഒരു വസ്തു അവിടെ വിൽക്കുന്ന വസ്തു അവനും വേറൊരു കച്ചവടക്കാരനും വിൽക്കാൻ വരുന്നു. അയാളെ സംബന്ധിച്ച് ഇത് ലാഭമാണെന്ന് കണ്ട അയാൾ വരുന്നു. ഇനി കുറച്ച് കഴിയുമ്പോൾ അയാൾക്ക് തോന്നുകയാണ് ഇത് നഷ്ടമാണ്, എനിക്ക് മുൻപോട്ട് കൊണ്ടുപോകുന്നത്, ഇറങ്ങിപ്പോകാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഫ്രീഡം ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് ആബ്സെൻസ് ഓഫ് ട്രാൻസ്പോർട്ട് കോസ്റ്റ്. ഇവിടെ നമ്മൾ ഈ ഒരു മാർക്കറ്റിംഗ് സിറ്റുവേഷനിൽ ഗതാഗത ചെലവ് പരിഗണിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ദെൻ യൂണിഫോം പ്രൈസസ്, അതായത് ഇവിടെ ഒരേ രീതിയിലുള്ള വിലയായിരിക്കും ഇവിടെ ഉണ്ടാവുക. കാരണം വ്യത്യസ്ത വിലകളിലാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം അവിടെ ഉൽപാദന ഘടകങ്ങളിൽ വിൽപ്പനക്കാർക്ക് അത് പല രീതിയിൽ ദോഷം അല്ലെങ്കിൽ പല രീതിയിൽ ബാധിച്ചേക്കാം. അതുകൊണ്ട് ഉൽപ്പന്നങ്ങൾക്ക് യൂണിഫോം പ്രൈസ് അല്ലെങ്കിൽ ഒരേ രീതിയിലുള്ള വിലയായിരിക്കും ഉണ്ടാവുക. ദെൻ അടുത്ത പോയിന്റ് പറയുന്നത് പെർഫെക്റ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഈ മാർക്കറ്റിംഗ് സിറ്റുവേഷൻ്റെ ഇലാസ്തികത എന്ന് പറയുന്നത് പെർഫെക്റ്റ് ഇലാസ്റ്റിസിറ്റി ആയിരിക്കും. എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. വിലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ മാറ്റം വന്നാൽ അത് അതിൻ്റെ ഡിമാൻഡിലുണ്ടാക്കുന്ന വ്യത്യാസം എന്ന് പറയുന്നത് അത് അനന്തമായ വ്യത്യാസമായിരിക്കും, നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഇവിടെ ഏഴാമത്തെ ഫീച്ചറായിട്ട് പറഞ്ഞിരിക്കുന്നത് പെർഫെക്റ്റ് ഇലാസ്റ്റിസിറ്റി ആയിരിക്കും. ചിലപ്പോൾ വളരെ ചെറിയ വിലയിൽ ഒരു കുറവ് സംഭവിച്ചാൽ എല്ലാവരും ചിലപ്പോൾ മാർക്കറ്റിൽ നിന്ന് എക്സിറ്റ് ആയേക്കാം. ഇനി വളരെ ചെറിയ അളവിൽ ഒരു വിലയിൽ മാറ്റം സംഭവിച്ചാൽ കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് വിൽപ്പനയ്ക്ക് വേണ്ടി എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കൃത്യമായി നമുക്കിത് ഇതിൻ്റെ ഇതാണ് ഇൻഫിനിറ്റ് ആയിരിക്കും ഇതിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ പെർഫെക്റ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ആബ്സെൻസ് ഓഫ് ഗവൺമെൻറ് കൺട്രോൾ. ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണം ഉണ്ടാവില്ല എന്നുള്ളതാണ്.
ഗവൺമെൻറ് നിയന്ത്രണം ഉണ്ടാവില്ല. അതായത് ഇവിടെ ഇതൊരു എക്സ്ട്രീം മാർക്കറ്റിംഗ് സിറ്റുവേഷനാണ് എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു മാർക്കറ്റ് നമുക്ക് ഒരുപക്ഷെ വളരെ റയർ കേസിൽ മാത്രമേ നമുക്ക് കണ്ടെത്താൻ കഴിയൂ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഗവൺമെൻറ്റിൻ്റെ യാതൊരു തരത്തിലുള്ള നിയന്ത്രണങ്ങളും ഈ മാർക്കറ്റിംഗ് സിറ്റുവേഷനിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതാണ് ആബ്സെൻസ് ഓഫ് ഗവൺമെൻറ് കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പെർഫെക്റ്റ് നോളജ് ഓഫ് മാർക്കറ്റ് കണ്ടീഷൻസ്. അതായത് ഈ ഗവൺമെൻറ്റിൻ്റെ മാർക്കറ്റിംഗ് കണ്ടീഷനെ കുറിച്ച് അല്ലെങ്കിൽ കമ്പോളത്തിൻ്റെ അവസ്ഥയെപ്പറ്റി പൂർണ്ണ അറിവുണ്ടായിരിക്കും. എന്ന് പറഞ്ഞാൽ നാളെ എന്താണ് നെക്സ്റ്റ് സ്റ്റേജ്, എന്ത് സംഭവിക്കാം, വിലയിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച്, ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെയുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള അറിവ് ഈ മാർക്കറ്റിംഗ് സിറ്റുവേഷനിലുള്ള സെല്ലേഴ്സിനും ബയേഴ്സിനും ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. പെർഫെക്റ്റ് നോളജ് ഓഫ് മാർക്കറ്റിംഗ് കണ്ടീഷൻസ്. അപ്പം അതിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകും. ആ ഫ്ലക്ച്വേഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു മാർക്കറ്റിംഗ് സിറ്റുവേഷനാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. തേർഡ് വൺ ഈസ് ആബ്സെൻസ് ഓഫ് സെല്ലിംഗ് കോസ്റ്റ്. ഇവിടെ വിൽപ്പന ചിലവില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഈ 10 ഫീച്ചേഴ്സ് പ്രധാനമായിട്ട് നമ്മൾ പറഞ്ഞു വെക്കുന്നത് ഈ 10 കാര്യങ്ങളാണ്. ഈ 10 കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് കണ്ടീഷനാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, ഇതൊരു എക്സ്ട്രീം മാർക്കറ്റിംഗ്, ഞാൻ പറഞ്ഞ എക്സ്ട്രീം മാർക്കറ്റിംഗ് സിറ്റുവേഷനാണ്. അല്ലെങ്കിൽ വളരെ സാധാരണഗതിയിൽ പ്രായോഗിക ജീവിതത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രം കാണുന്ന ഒരു മാർക്കറ്റിംഗ് കണ്ടീഷനാണ്. അപ്പോൾ ആ മാർക്കറ്റിംഗ് കണ്ടീഷനിൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ ഉണ്ടാവില്ല, ഇഷ്ടംപോലെ ബയേഴ്സ് സെല്ലേഴ്സ് ഉണ്ടാവാം, ഒരേ രീതിയിലുള്ള ഉൽപ്പന്നങ്ങളായിരിക്കും വിൽക്കുന്നത് തുടങ്ങി വളരെ റയറായിട്ട് കാണുന്ന ഒരു മാർക്കറ്റ് സിറ്റുവേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് കൃത്യമായി നിങ്ങൾ പഠിച്ചിരിക്കുക. ഇതിൻ്റെ ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ പൂർണ്ണ കിടമത്സര കമ്പോളത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഇത്രയുമാണ് ഈ ഭാഗം പറയുന്നത്. ഇനി പ്രധാനമായിട്ടും വളരെ പ്രധാനപ്പെട്ട ഈ ഫീച്ചേഴ്സിന് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടും 2 കാര്യങ്ങളിലേക്ക് നമുക്ക് 2 കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ഒന്ന്, ഈ മാർക്കറ്റിംഗ് സിറ്റുവേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്നുള്ളത് ഹോമോജീനിയസ് പ്രോഡക്റ്റ് എന്നുള്ളതാണ്. ഏകജാതിയും ഒരേ സ്വഭാവമുള്ള ഉൽപ്പന്നങ്ങളായിരിക്കും. അതായത് ഒരേ നിറത്തിലുള്ളത്, ഒരേ രുചിയിലുള്ളത്, അല്ലെങ്കിൽ ഒരേ സ്വഭാവം കാണിക്കുന്ന ഉൽപ്പന്നങ്ങളായിരിക്കും ഈ ഒരു മാർക്കറ്റിംഗ് സിറ്റുവേഷനിലുള്ളത്. അപ്പോൾ അതാണ് ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത്. രണ്ടാമത്, പ്രൈസ് ടേക്കിംഗ് ഫേംസ് ആൻഡ് കൺസ്യൂമേഴ്സ്. ഇവിടെയുള്ള മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ടേക്കേഴ്സ് എന്ന് പറയും. പ്രൈസ് ടേക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വില സ്വീകരിക്കുന്നവരാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, വില നമുക്ക് ഉൽപ്പാദകനല്ല കൃത്യമായിട്ട് ഉൽപ്പാദകൻ ഒരു വില ഇന്നതാണ് വില എന്ന് പറഞ്ഞ് നിശ്ചയിച്ച് വെക്കാൻ കഴിയില്ല. കാരണം ഒത്തിരി കൺസ്യൂമേഴ്സും ഒത്തിരി സെല്ലേഴ്സും ഉള്ളതുകൊണ്ട്, ബയേഴ്സും സെല്ലേഴ്സും ഉള്ളതുകൊണ്ട് അതിൻ്റെ വില മാർക്കറ്റ് തീരുമാനിക്കുന്ന ഒരു വില സ്വീകരിക്കുക എന്നുള്ളതാണ് ഫേമിൻ്റെ പ്രത്യേകത. എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായൊരു വില നിശ്ചയിച്ച് ഞാൻ ഈ വിലയ്ക്ക് വിൽക്കൂ അല്ലെങ്കിൽ ഒരാൾക്ക് വിൽക്കൂ എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ പ്രൈസ് എന്ന് മാർക്കറ്റിംഗ് ഫോഴ്സസ് നിശ്ചയിക്കുന്ന ഒരു വില സ്വീകരിക്കുന്ന ആളുകളായിരിക്കും എവിടെ ഉണ്ടാവുക? ഈ ഫേംസും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സും വില സ്വീകർത്താക്കളായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത. അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാർക്കറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫോംസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒന്ന് എന്താണ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന മാർക്കറ്റിംഗ് സിറ്റുവേഷൻ അല്ലെങ്കിൽ കമ്പോള സംവിധാനത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായും ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്ന് ഇവിടെ ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആയിരിക്കും, 2 ഫേംസ് ആൻഡ് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ സ്ഥാപനങ്ങളും അല്ലെങ്കിൽ ഉൽപ്പാദകരും ഉപഭോക്താക്കളുമൊക്കെ പ്രൈസ് ടേക്കേഴ്സാണ്. ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, അവർക്ക് വില നിശ്ചയിക്കുന്ന ആൾക്കാരല്ല, മാർക്കറ്റ് നിശ്ചയിക്കുന്ന വില സ്വീകരിക്കാൻ മാത്രം കഴിയുന്നവരാണ് ഈ ഒരു സിസ്റ്റത്തിൽ, ഈ സംവിധാനത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഭാഗത്ത്. നിങ്ങൾ ചെയ്യേണ്ടത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്തൊക്കെ എന്ന ചോദ്യത്തിന് നിങ്ങൾ നോട്ട്ബുക്കിൽ ഉത്തരം എഴുതി വെക്കുക. പരീക്ഷകളിൽ നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്
വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അപ്പോൾ അതുകൊണ്ട് ആ 10 പോയിന്റുകൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. താങ്ക് യു.